സന്തോഷ വാർത്തയുണ്ട്. ഈ ഒരു ഓണത്തിന് ലീവ് എടുക്കാതെ എല്ലാവരും അധ്വാനിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 2 days ലീവ് തരുവാണ്. ഈ 2 days മിലിറ്ററിക്കാരും ഞങ്ങളും ചേർന്ന് ഈ ഒരു ലോസ് ആൻഡോസിനെ സേഫ് ആയിട്ടുള്ള സ്ഥലമാക്കി നോക്കിക്കോളാം. ഈ 2 days പോലീസ് ഓഫീസിന്റെ ടെൻഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാന്ന്. എല്ലാവരും എവിടെയെങ്കിലൊക്കെ ട്രിപ്പൊക്കെ പൊക്കോ. 2 ദിവസത്തേക്ക് ഈ ഭാഗത്തൊക്കെ ആരും കണ്ടുപോരുത്. പിന്നെ സിംഗം സാർ, അതുപോലെ തന്നെ ലിറ്റിൽ സിംഗം, നിങ്ങൾ രണ്ടുപേരുമാണ് ഈ ഒരു ഓണത്തിന് കോപ്സ് ഓഫ് ദി മന്ത്. അതുകൊണ്ട് തന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 ദിവസം എങ്ങോട്ട് വേണമെങ്കിലും എക്സ്കർഷൻ പോവാം. അതിന്റെ ഫുൾ ചെലവ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വഹിക്കുന്നതാണ്. ഞാൻ ഈ ഡ്യൂട്ടിയിൽ നിന്ന് ഇതുവരെ ഹോളിഡേ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് പറയുന്ന പോലെ ഒരു ഹോളിഡേക്ക് ട്രിപ്പൊക്കെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നുള്ളതാണ് പ്രശ്നം. ഒരു കള്ളനെ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യും. പക്ഷെ ഒരു ടൂർ പ്ലാൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്റെ ചിങ്കം സാർ, ഇങ്ങനെ പേടിക്കാതെ. ചിങ്കം സാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പുലിയാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പിഞ്ചു കുഞ്ഞാണ്. ചിങ്കം സാർ എന്തായാലും നമ്മുടെ രണ്ടുപേരുടെയും ചെലവ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളാന്നല്ലേ പറഞ്ഞേക്കണത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഫ്രാങ്ക്ലിനെയൊക്കെ വിളിച്ചത് ഒരു 1 ട്രിപ്പായിട്ട് വലിയൊരു ട്രിപ്പ് പോയിക്കൂടാ? ഫുൾ ചെലവും പോലീസ് ഡിപ്പാർട്ട്മെന്റ് എടുത്തോളൂല്ലോ. സൂപ്പർ ഐഡിയ തന്നാ മോനെ. നീ നെയിം ഈസ് ചിങ്കം. ചിങ്കം കെ ചങ്കു സെ ബച്ചനാ. ശരിയാടാ, ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ട് കുറേ. അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവനാകുമ്പോ ടൂറിന്റെ കാര്യങ്ങളും മൊത്തം മാനേജ് ചെയ്ത് അടിപൊളി ഒരു ട്രിപ്പാക്കി തരും. ഈ ചിങ്കം ഇപ്പൊ തന്നെ വിളിക്കാം ഫ്രാങ്ക്ലിനെ. ചിങ്കം സാർ ഒരു കാര്യം പറഞ്ഞാൽ അവനത് തട്ടിക്കളയാൻ വേണ്ടി പറ്റില്ല. ഷിൻചാനെ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് ചോപ്പിന്റെ മൂട്ടിൽ പടക്കം വെച്ച് പൊട്ടിക്കില്ലെന്ന്. ഒരു ദിവസം അവൻ നിന്നെ കടിച്ചു കൊത്തറിന് രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാവില്ല. ചിങ്കം സാറാ ഈ രമിനെ? ചിങ്കം സാർ എന്താ പതിവില്ലാത്തൊരു കോള്? ഫ്രാങ്ക്ലിൻ, the name is ചിങ്കം. ചിങ്കമാണ് സംസാരിക്കുന്നത്. ചിങ്കം സാർ, എന്താണ് കുറെ നാളായല്ലോ കണ്ടിട്ട്, എന്താണ് പതിവില്ലാതൊരു കോളൊക്കെ? ഫ്രാങ്ക്ലിനെ ജാതിന്റെ വിളിച്ചെത്തിരാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ലിറ്റിൽ ചിങ്കത്തിന് അവധി തന്നിരിക്കുകയാണ്. ഈ 2 ദിവസം നമുക്ക് എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോയാലാ? ഈ എല്ലാരും വിളിക്കണ എല്ലാ ചിലവും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കിക്കോളാന്ന് പറഞ്ഞേക്കണത്. പിന്നെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാള് വേണം. അത് നീ ചെയ്യണം. എന്താ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെലവില് ഫ്രീ ട്രിപ്പാ? അതും 2 ദിവസം കോർഡിനേറ്റ് ചെയ്താൽ മതിയാ? അത് ഞാൻ കോർഡിനേറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ എല്ലാരും വിളിക്കട്ടെ, നമ്മുടെ മോട്ടു പട്ടുലിനെ എല്ലാരും വിളിക്കട്ടെ. അവിടെ ഫ്രാങ്ക്ലിനെ നീ എല്ലാരും വിളിക്കും. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ചെലവ് നമുക്ക് എന്ത് നോക്കാം. ഫ്രാങ്ക്ലിന് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2 ദിവസം ലീവ് ഉള്ളൂ. അപ്പൊ നാളെ രാവിലെ പോയിട്ട് മറ്റന്നാ വൈകുന്നേരത്തേക്കുള്ളിൽ വന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായി ചിങ്കം സാർ, ഇത് ഞാൻ ഏറ്റി എല്ലാം ഞാൻ നോക്കിക്കോളാം. ചിങ്കം സാർ, നിങ്ങളൊരു കാര്യം ചെയ്യും. നാളെ രാവിലെ ഓക്കെ, ഒരു 8 മണി, രാവിലെ 8 മണിയാകുമ്പോൾ വീട്ടിലേക്ക് പോരും. ഇവിടുന്ന് നമുക്ക് 8 മണിയാകുമ്പോൾ പുറപ്പെടുന്ന രീതിയിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്തോളാം. ഇത്ര പെട്ടെന്ന് അവൻ ടൈം സെറ്റ് ചെയ്താ? വെറുതെ ആണോടാ നിന്നെ ഞാൻ വിളിക്കുന്നത്? ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിനെ, അപ്പൊ നാളെ രാവിലെ 8 മണിക്കാണ് നീ എല്ലാം സെറ്റ് ചെയ്ത് വെക്ക്. ഓക്കെ ചിങ്കം സാർ. എടാ ഷിൻചാനെ, സെറ്റ്. ഇന്ന് രാവിലെ ഞാൻ ആരെയാണാവോ കണി കണ്ടത്? ഒരു ഫ്രീ ട്രിപ്പ്. ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോണെന്ന് വെച്ച് ഇരിക്കുവായിരുന്നു. പിന്നെ ചെലവൊക്കെ ആലോചിച്ചിട്ട് നാളെ നീളെ പോവായിരുന്നു. ഇതിപ്പോ ഇങ്ങോട്ട് വിളിച്ചിട്ട് എല്ലാ ചെലവും നോക്കിക്കോളാന്ന് കോർഡിനേഷൻ മാത്രം നടത്തിയാൽ മതി. ഷിൻചാനെ, റെഡി ആയിക്കോ. ചോപ്പേ, റെഡി ആയിക്കോ. നാളെ രാവിലെ 8 മണിയാകുമ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പോയി വണ്ടി തൊട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ടല്ലോ. അതിനു മുമ്പ് നമ്മുടെ മോട്ടുമാമനെയും പട്ലുമാമനെയൊക്കെ ഒന്ന് വിളിക്കട്ടെ. മോട്ടുമാമ, പട്ലുമാമ, ഈ ട്രിപ്പിന് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാരും വിളിച്ചേക്കാം. മോട്ടു, പട്ലു, ട്രെവറും മൈക്കിള് എല്ലാരും വിളിച്ചേക്കാം. ഓക്കെ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്തില്ലടാ ഷിൻചാനെ? എടുത്ത് വണ്ടി എടാ, ബസ് വന്നെ ഇരിക്കട്ടെ. അവരാരും എത്തിച്ചേർന്നിട്ടില്ല. സമയം ഇപ്പോ 7:30 കഴിഞ്ഞല്ലോടാ. ഞാൻ നേരത്തെ റെഡി ആയി നിൽക്കണേ. 8 മണിയാകുമ്പോഴേ ബസ് വരുള്ളൂ. അപ്പൊ അതിനുള്ളിൽ അവരൊക്കെ വരുമായിരിക്കും. മോണ്ടി വേന്നാണ് പറഞ്ഞത്. എന്റെ മുന്നേ ലിറ്റിൽ ചിങ്കം, രാവിലെ ആയതുകൊണ്ട് റോഡൊക്കെ ഒഴിഞ്ഞു കിടക്കുക. വണ്ടി ഓടിക്കാൻ തന്നെ എന്താ രസം നോക്കിയേ. സാറിന്റെ വണ്ടി അടിപൊളിയാണല്ലോ. ഇത് എപ്പ മേടിച്ച് വണ്ടി? ഇതൊക്കെ നേരിട്ടിട്ടുണ്ടാ. പക്ഷെ നമ്മള് ഡ്യൂട്ടി ആയിട്ട് പോണത് കാരണം ഇതൊന്നും എടുത്ത് ഉപയോഗിക്കാറില്ല. അത്രേ ഉള്ളു. ഓക്കെ, അതെ, ഫ്രാങ്ക്ലിന്റെ വീടെത്തിയല്ലോ. ഇതെന്താ നമ്മള് മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ. ഈടാ ഫ്രാങ്ക്ലിനെ, നീ ഇവിടെ നേരത്തെ ഒരുങ്ങി നിപ്പുണ്ടായിരുന്നോ? സോറിടാ, ഞാൻ കറക്റ്റ് സമയത്തല്ലേ വന്നേക്കണത്. ഓക്കെ, 7:45 ആയിട്ടുള്ളൂ. കൃത്യസമയം. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കൃത്യസമയത്ത് വന്ന ആൾക്കാരാ. ചിങ്കം സാർ, ഷാർപ്പ് 7:45. നിങ്ങളൊക്കെ ഷാർപ്പാണല്ലോ. 8 മണിന്ന് സമയം പറഞ്ഞപ്പോൾ 5 മിനിറ്റ് മുമ്പ് വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ എന്താണ് ഈ പോലീസ് യൂണിഫോമിൽ വന്ന് എങ്ങനെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്? എടാ ലിറ്റിൽ ചിങ്കം, ഇവ ചോദിച്ചത് കേട്ടില്ലേ? നമ്മളെന്താ യൂണിഫോമിൽ വന്നതെന്ന്? എടാ, ചിങ്കത്തെ കുറിച്ച് നിനക്കറിയില്ലേ? ചിങ്കത്തിന്റെ യൂണിഫോം ഒരിക്കലും അഴിക്കാറില്ല. അതാണ് ചിങ്കത്തിന്റെ ഒരു രീതി. ചിങ്കം യൂണിഫോം അഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ വേണ്ടി കത്തിയ വേറെ. ചിങ്കത്തിന്റെ യൂണിഫോം എപ്പോഴും ചിങ്കത്തിന്റെ മേത്തുണ്ടാകും. നമ്മുടെ ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ ഒരു
അറിയില്ലേ? പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ചിങ്ക സാർ, ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ട്രിപ്പ് പോകുമ്പോ യൂണിഫോമിലൊക്കെ എങ്ങനെയാ പോണത്? അത് എന്നെ പോലത്തെ ഒരു ചെറുപ്പക്കാര്. ഞാൻ ഡ്രസ്സ് മാറി. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സില്? ചെത്തായിട്ടില്ലേ? എടാ ലിറ്റിൽ ചിങ്കമേ, നീ യൂണിഫോം ഊരിയല്ലേ? പക്ഷേ ഈ ചിങ്കത്തിന്റെ യൂണിഫോം ഊരില്ല, അതത്രേ ഉള്ളൂ. എന്തിയടക്ക് എന്തിയ മോട്ടും പള്ളുക്ക് എന്തിയ വണ്ടി ദൂരത്തിട്ടില്ലല്ലോ. ചിങ്ക സാർ വെയിറ്റ് ചെയ്യ്, സമയം ഉണ്ടല്ലോ. 8 മണിക്ക് മുമ്പ് അവരിങ്ങോട്ട് എത്തിച്ചേരും. ഇനിയിപ്പോ മോട്ടും പള്ളും മൈക്കിൾ ട്രെവറും കൂടിയാണ് വരാനുള്ളത്, 4 പേരും കൂടി. ടൂറിസ്റ്റ് ആണ് വിളിച്ചേക്കണത്, അതുകൊണ്ട് അതിനകത്ത് സ്ഥലമൊക്കെ ഉണ്ടാവും. ചിലവൊക്കെ കോപ്സിന്റെ വകയാണല്ലോ. പോകേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ പാക്കും ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സെറ്റ് വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപിടിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ദി വേ നമ്മൾ 2 ദിവസം ട്രിപ്പല്ലേ പോണത്. അപ്പോൾ ചിങ്ക സാർ ഈ വണ്ടി ഇവിടെ ഇടണ്ട, കയറ്റി ഗരാജിലേക്ക് ഇട്ടോ, അതാ സേഫ്. ഈ ചിങ്കത്തിന്റെ വണ്ടി മോഷ്ടിക്കാൻ ധൈര്യമുള്ള ആരോടെ ഇവിടെ ഉള്ളത്? ധൈര്യം എടുത്തിട്ടേക്കാം. വണ്ടി ഞാൻ അങ്ങനെ പുറത്തിടാറില്ല. ഓക്കേ, തുറക്കേ. ഓക്കെ, ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓക്കെ, വന്നിട്ടേ മലയിലേക്ക് കയറി പോണ. ഓക്കെ, ഇറങ്ങടാ. അത്ര പറയാ. ആടാ ഫ്രഗ്ലേ, എന്തായാലും നീ ഒരു ട്രിപ്പിന് ഞങ്ങളെ വിളിച്ചു തന്നീ, അതും ഫ്രീ ആയിട്ട്. അയ്യടാ, നിങ്ങളും വന്നാ? ഓക്കെ, വണ്ടി ഇപ്പൊ തന്നെ വരുടാ. പക്ഷേ മോട്ടു പട്ലുവിനെ കാണാനില്ല. അവരിതവിടെ പോയി കിടക്കുവാണോ എന്തോ? പട്ലു, നമ്മള് വൈകിയില്ലല്ലോ അല്ലേ? ഒട്ടും വൈകിട്ടില്ല. ഒറ്റ നന്നാണ്ടല്ല, നേരത്തെ റെഡിയാവും പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ഇവരൊക്കെ നമ്മളെ കാത്ത് ഇവിടെ നിക്കുവാന്ന് തോന്നുന്നത്. ആഹാ, വല്ലപ്പോഴും ട്രിപ്പിനൊക്കെ വിളിക്കണ എന്നെ, അതും കളയാൻ വേണ്ടിട്ട്. ആ എടാ ഫ്രാങ്ക്ലിനെ, കുറെ നാളായല്ലോ കണ്ടിട്ട്. അയ്യോടോ ഫ്രാങ്ക്ലിനെ, ഈ മോട്ടുമാമന്റെ തക്കുട് മോനെ, മോൻ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് വന്നപ്പോ ഈ മാമനെ തന്നെ വിളിച്ചല്ലോ. തൃപ്തിയേടാ, ഈ മാമന് തൃപ്തിയായി. ആ മോട്ടു മാമനെ വിളിച്ച് എനിക്കിത് കിട്ടണം. എപ്പോ വരാനാ പറഞ്ഞ? എല്ലാരും കൂടെ എത്ര നേരത്തെ വന്ന് നിക്കണെന്നറിയോ? നിങ്ങൾ വന്ന സമയം കണ്ട, ഇപ്പൊ സമയം 8:03. നിങ്ങൾ ഈ ട്രിപ്പ് വൈകിക്കും. മോനെ, ഈ മോട്ടുമാമനൊരു അബദ്ധം പറ്റിയതല്ലേ? അല്ല, വൈകാൻ എങ്ങനെ വൈകാൻ? അതിന് വണ്ടി പോലും വന്നിട്ടില്ലല്ലോ. വണ്ടി വന്നിട്ടില്ല. ശരിയാണല്ലോ, ഞാൻ അതിന്റെ ഇടയിൽ അതങ്ങ് വിട്ടുപോയി. എടാ, വണ്ടി വരേണ്ട സമയം കഴിഞ്ഞില്ല, വണ്ടി എന്താ വരാത്തത്? എന്താ ഈ സിംഗർ ഇവിടെ ഉള്ളപ്പോ വണ്ടി വന്നില്ലെന്നാ? എങ്ങനെ സാധിക്കും? എടാ ഫ്രാങ്ക്ലിനെ, നീ എല്ലാം കോർഡിനേറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എവിടെ വണ്ടി? അവിടെ 8 മണി കഴിഞ്ഞല്ലോടാ. ഞാനിവിടെ 7:45 വന്ന് നിക്കണേ. എല്ലാരും വന്ന്, എന്നിട്ട് വണ്ടി എവിടെടാ? വണ്ടി അതാണ്, ഞാൻ എല്ലാരും കാത്തു നിന്ന് ആ കാര്യം വിട്ടുപോയി. വണ്ടി ഈ സമയത്ത് ഇവിടെ എത്തണ്ടാണല്ലോ. വേ ചിങ്കൻ സാർ, കാം ഡൗൺ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ, ബസ്സുകാരനെ ഒന്ന് വിളിച്ചു നോക്കാം. ആ ചേട്ടാ, അതെ, ഞാൻ ഇന്നലെ പറഞ്ഞ വണ്ടി 8 മണിക്കൂടെ എത്തണ്ടാണല്ലോ, ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. നിങ്ങൾ എന്താണ് ഒരു പ്രതീക്ഷയില്ലാതെ? ഈയിടെ മോനെ, ചെറിയൊരു പണി കിട്ടി. നിങ്ങൾക്ക് ഡ്രൈവറായിട്ട് വരേണ്ട ആളിന് ചെറിയൊരു പരിക്ക് പറ്റി ആശുപത്രി കിടക്കുക. ഞാനിപ്പോഴാണ് അറിയണത്, ആരും എന്നെ വിളിച്ചു പറഞ്ഞില്ല. ഈ സമയത്തിനിപ്പോ നിങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് നാളത്തേക്ക് മാറ്റാൻ വേണ്ടി പറ്റുമോ? ട്രിപ്പ് മാറ്റാനാ? പോടുന്നു. ട്രിപ്പ് എങ്ങനെ മാറ്റാ? ട്രിപ്പ് മാറ്റാനൊന്നും പറ്റില്ല. സൂര്യയുടെ മോനെ, ഈ ഒരു സമയത്ത് ഇങ്ങനെ പറയണേല്, പക്ഷെ വേറെ ഡ്രൈവർ ഒന്നും നമ്മുടെ കയ്യിലില്ല. നീ വേറെ ഏതെങ്കിലും വണ്ടി വിളിക്കണായിരിക്കും നല്ലത്. അപ്പൊ ശരിയെന്നാ, കട്ടായിക്കളഞ്ഞ്. ചേട്ടാ, വണ്ടി ക്യാൻസലായി. ഞാനിവരോട് എന്ത് പറയും? അതെ ചിങ്കം സാർ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ പ്രശ്നമോ? ഈ ചിങ്കം സാർ ഇവിടെ ഉള്ളപ്പോ ഒരു പ്രശ്നവും വരാൻ വേണ്ടി ഇപ്പോഴല്ല. എന്താടാ പ്രശ്നം? അല്ല, അതല്ല ചിങ്കം സാർ, ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞ ബസ്സില്ലേ, അതിന്റെ ഡ്രൈവർക്ക് ഒരു പരിക്ക് പറ്റി. ആ ഒരു ടൂറിസ്റ്റ് വിടാൻ പറ്റില്ലെന്ന്. അവരുടെ ഈ വേറെ ഡ്രൈവർ ഇല്ലെന്നാ പറയണത്. ഇന്ന് വണ്ടി വരില്ലെന്ന്. ട്രിപ്പ് മാറ്റാൻ പറ്റുമോന്നൊക്കെ അവര് ചോദിക്കണത്. എത്ര ട്രിപ്പ് ക്യാൻസൽ ആയെന്നാ ഇവിടെ പള്ളു ഉമ്മമാർ പറഞ്ഞേട്ടാ? ഇവിടെ വരെ വിളിച്ചു വരുത്തിട്ട് ട്രിപ്പ് ക്യാൻസൽ ആയെന്നോ? അത് ശരിയാണല്ലോ, ഇവിടെ വരെ വിളിച്ചു വരുത്തിട്ട് ട്രിപ്പ് ക്യാൻസൽ ആയെന്നോ? ട്രിപ്പ് ക്യാൻസൽ ആയെന്നോ? എന്റെ മോട്ടുമാമ പല്ലോമാ, നിങ്ങൾ